ഇന്നത്തെ റെസിപ്പി ചിക്കൻ പുരട്ടിയെടുത്താണ്, തേങ്ങാപ്പാലിൽ പുരട്ടിയെടുത്തത്. ഇതിൽ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും തന്നെ ചേർക്കാതെ ചിക്കൻ മസാല മാത്രമായിട്ട് ചേർത്ത് ചെയ്തെടുത്ത ഒരു റെസിപ്പിയാണ്. ഇത് റോസ്റ്റ് പോലെയോ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടോ ഒക്കെ പുരട്ടിയെടുക്കാവുന്നതാണ്. പല രീതിയിൽ നമ്മൾ ചിക്കൻ റെസിപ്പീസ് തയ്യാറാക്കാറുണ്ട്. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കോളൂ, ഈസിയാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇതാ ഞാനിവിടെ ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി 2 കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പൂ, 3 ഏലക്ക, 1/2 സ്പൂൺ പെരിഞ്ചീരകം, ബേ ലീഫ് വലിയതായത് കാരണം പകുതി ഇലയുടെ എടുത്തിട്ടുണ്ട്. ഇതാ പെരിഞ്ചീരകമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പേസ്റ്റ് ഇല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചെടുക്കുക. ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചേർക്കുക. കൂടെ തന്നെ 2 പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. പേസ്റ്റ് ആയത് കാരണം പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കഴിവതും വീട്ടിലെ അരച്ചത് ഉപയോഗിക്കുക. റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നതിനകത്ത് പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്താണ്, അല്പം രുചി വ്യത്യാസം ഉണ്ടാകും. അതായത് നല്ലവണ്ണം ഒന്ന് പിരിഞ്ഞ് വന്നിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവാള ചേർക്കാം. ഞാനിവിടെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. ഇനി സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ ഉപ്പ് ചേർത്തിട്ട് തട്ടിപ്പൊത്തി കുറഞ്ഞ തീയിട്ട് മൂടി വെച്ചാൽ മതിയാകും. ഈ ഒരു ഗ്രേവിയിൽ സവാള നല്ലവണ്ണം വെന്ത മസാലയ്ക്കകത്ത് ചേർന്നിരിക്കണം. അപ്പോൾ സവാള നല്ലവണ്ണം വഴന്നിരിക്കണം. ഞാൻ ഉപ്പൊന്നും ചേർക്കാതെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് മൂടി വയ്ക്കുകയാണ്. ഇടയ്ക്ക് ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും. ഇതാ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നല്ലൊരു സ്മെല്ലാണ്. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർക്കാം. കഴുകി വൃത്തിയാക്കിയെടുത്ത 3/4 കിലോ ചിക്കൻ ചേർക്കാം. ഇനി ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കണം. ഇനി തീയെ കുറച്ച് കൂട്ടിയിട്ടുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഒരു 1 മിനിറ്റ് നേരത്തോളം നല്ലവണ്ണം ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കൻ്റെ കളറൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് മാറി വരും. ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലിട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി പൊടി ചേർക്കുകയാണ്. ഞാനിവിടെ ചിക്കൻ മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. 3 സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ചിക്കൻ മസാലയാണോ നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ളത് അത് ചേർക്കുക. ഇനി ഇത് നല്ലവണ്ണം വീണ്ടും തീ അല്പം കൂട്ടി വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് ഏകദേശം 1 മിനിറ്റോളം ആയിട്ടുണ്ട്. പൊടിയൊക്കെ നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. 2-2.5 കപ്പ് തേങ്ങ എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളം അല്പം ഒഴിച്ച് നന്നായിട്ട് അരച്ചിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒറ്റ പ്രാവശ്യമായിട്ട്. ഇനി വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ വേകാനുള്ള വെള്ളം ഇത് ധാരാളമാണ്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ കാണുമ്പോൾ ഒരു ഭംഗിയൊന്നും തോന്നില്ല, കാരണം പൊടികൾ പോരാത്ത പോലെ തോന്നും, മസാല പോരാത്ത പോലെ തോന്നും. അത് വെന്തെല്ലാം കഴിയുമ്പോഴത്തേന് കറക്റ്റ് ആയിക്കോളും. ഇനി ഇത് തേങ്ങാപ്പാലിൽ മൂടി വെച്ച് വേവിക്കണം. ഞാനിത് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് ഒന്ന് പുരണ്ടിരിക്കുന്ന പോലെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചാറ് കുറവ് മതി. ഇത് വറ്റിയും വരണം, വെന്തും വരണം. അതുകൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് മൂടി വയ്ക്കുന്നില്ല, ഒരല്പം തുറന്ന് വെച്ചാണ് മൂടി വയ്ക്കുന്നത്. അപ്പോൾ കുറഞ്ഞ തീയിലിട്ട് ഇതിപ്പോൾ ഇതൊക്കെ നല്ലവണ്ണം വെന്ത് വരട്ടെ. ഇതിലിപ്പോൾ ഞാൻ കാണിക്കുന്നതിനും കുറച്ചുകൂടി ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മൂടി വെച്ചോളൂ. അപ്പോൾ ചിക്കൻ്റെ വെള്ളം കൂടി ഇറങ്ങുമ്പോൾ കറക്റ്റ് പരുവത്തിനുള്ള ചാറായിക്കോളും. ഇതിങ്ങനെ ഇപ്പോൾ ഇതൊക്കെ കിടന്ന് വേവട്ടെ. ആ സവാള നല്ലവണ്ണം വെന്ത അലന്ന് ചേരണം. അപ്പം നല്ല കറിക്ക് നല്ല തിക്കും ആവും. ഇതിപ്പോൾ പകുതിയിൽ കൂടുതൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2-3/4 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം മൂടി വയ്ക്കുന്ന സമയത്ത്. ഇനി ഇത് കുറച്ചുകൂടി വേകാനായിട്ടുണ്ട്. കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് ഗ്രേവി. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് പാകമല്ലെങ്കിൽ ചേർക്കണം. ഇതിൽ ഒത്തിരി ഗ്രേവി വറ്റിപ്പോയെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ചേർക്കാവൂ.
ലാസ്റ്റ് കൊണ്ട് പച്ചവെള്ളം ചേർക്കരുത്. കുറേശ്ശെയായിട്ട് ഗ്രേവി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ആ സവാളയൊന്നും ഇപ്പോൾ കാണത്തില്ല. നല്ലവണ്ണം അലിന്ന് ആ ഗ്രേവിയോട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ സവാള അരിഞ്ഞെടുക്കുന്ന സമയത്ത് കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. ഇനി കുറച്ചുകൂടെ ഒന്ന് വറ്റി വന്നോട്ടെ. ഇതിപ്പോൾ എനിക്ക് പാകത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്, വെന്തും വന്നിട്ടുണ്ട്. ലാസ്റ്റിൽ കുറച്ച് കുരുമുളക് പൊടിയുടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഒരു 2 മിനിറ്റ് കൂടി ഇരുന്നോട്ടെ ലോ ഫ്ലെയിമിൽ. കറിക്ക് ഇരിക്കും തോറും കുറച്ചുകൂടി ഡാർക്ക് കളറായി വന്നുകൊണ്ടേയിരിക്കും. കറിവേപ്പില ചേർക്കണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഈ സമയത്ത് നല്ല ഫ്രഷായിട്ട് വെള്ളമയം ഇല്ലാത്ത കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. എന്താ ചാറ് കണ്ടോ, ഇത്രയും തിക്കായിട്ട് വന്നിട്ടുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് മല്ലിയില ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതിലിപ്പോൾ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല. ഇത് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ പല രീതിയിൽ ചിക്കൻ റെസിപ്പീസ് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിക്കോളൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ചിക്കനാണ് എന്തിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചിൻ്റെ കൂടെ എല്ലാത്തിനും കൂടെയും നല്ല കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും അടിപൊളി തന്നെയാണ്. എന്നാൽ ഇനി ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.